വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ സഭാ നേതൃത്വം. വന്യജീവി ആക്രമണം തടയാൻ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരും വനം മന്ത്രിയും രാജിവെക്കണമെന്ന് ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു. രാജി ആവശ്യം രാഷ്ട്രീയമാണെന്നും താൻ രാജിവെച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ചോദിച്ചു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ മൂർച്ച കൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് സീറോ മലബാർ സഭാ നേതൃത്വം. വന്യജീവി ആക്രമണം തടയാൻ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരും വനം മന്ത്രിയും രാജിവെക്കണമെന്ന് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു. എവിടെയാണ് ഇവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുകയാണ്. ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണം. കാരണം നമുക്ക് വനപാലകരെ ഉണർത്താൻ സാധിക്കണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെ ആക്രമണം തടയാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വനപാലകർക്കുള്ളതാണ്. പകരം കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനപാലകർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകുമോ എന്ന് ചോദിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ രാജി ആവശ്യം രാഷ്ട്രീയമെന്ന് തിരിച്ചടിച്ചു. ഒരു മന്ത്രി രാജിവെച്ചാൽ എൻ്റെ ഈ വകുപ്പ് പോട്ടെ, രാജിവെച്ചാൽ ഉയർന്നു വന്ന പ്രശ്നം തീർന്നോ? രാജി പ്രശ്നപരിഹാരമല്ല. രാജിവെക്കുക എന്നത് ഞങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുന്നവരാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് അംഗീകരിക്കേണ്ടതുള്ളതില്ല. എന്താണ് ഇപ്പം ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്താ? ഒരു നിർദ്ദേശം പറയാം, ഏത് നിർദ്ദേശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. രാജി ആവശ്യപ്പെട്ട കത്തോലിക്ക സഭാ നേതൃത്വവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടഞ്ഞത് ഇടതുമുന്നണിക്ക് തലവേദനയാകും. സംസ്ഥാനം സവിശേഷമായ ഈ സാഹചര്യം മറികടക്കണമെങ്കിൽ കേന്ദ്രം പിടിവാശി ഒഴിയണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കേരളത്തിൽ ഇനിയൊരു വാഹന അപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. അതിനിടെ അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നവരെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് നടപടി തുടങ്ങി. തുടർച്ചയായുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിപക്ഷ വിമർശനം തുടരുന്നതിനിടെയാണ് വനം മന്ത്രിയുടെ വിവാദ പരാമർശം. വന്യജീവി ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരമില്ല. കേരളത്തിൽ ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്താ? ഒരു നിർദ്ദേശം പറയാം, ഏത് നിർദ്ദേശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. ശാശ്വത പരിഹാരത്തിന് ഇനി മേലാൽ കേരളത്തിൽ ഒരു ആത്മഹത്യ ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ കേരളത്തിൽ ഒരു മോട്ടോർ വാഹന അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ആ ദുരന്തങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ആർക്കാ സാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ആർക്കാ സാധിക്കുക? പ്രതിപക്ഷ നേതാവിനെ പറയാൻ പറ്റുമോ അന്തിമമായി ഇനി നാളെ മുതൽ ഉണ്ടാവില്ല എന്ന്? അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നതിനെതിരെ ഇന്നും മന്ത്രി നിലപാട് കടുപ്പിച്ചു. വനാതിർത്തിയിലുള്ളവരും വനത്തിൽ പ്രവേശിക്കേണ്ടെന്ന് മന്ത്രി. ഒരു സാധാരണ പൗരന് വനത്തുള്ളിൽ കടക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ? ഇപ്പോഴത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അനുവാദമില്ലാതെ കാട്ടിൽ പോകാൻ സാധിക്കുമോ? ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി എ കെ ശശീന്ദ്രന് പോകാൻ അനുവാദമുണ്ടോ? അതേസമയം അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നവർക്കെതിരെ വനം വകുപ്പ് നിരീക്ഷണം കർശനമാക്കി. നിയമലംഘകരെ പിടികൂടിയാൽ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ അനാസ്ഥ ആരോപിച്ച് UDF വയനാട് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. പലയിടത്തും ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. രാവിലെ 6:30യോടെ UDF പ്രവർത്തകർ വയനാട് ജില്ലയുടെ കവാടമായ ലക്കിടി ഗേറ്റിന് മുന്നിൽ വാഹനങ്ങൾ തടഞ്ഞു. തുടർന്ന് പോലീസുമായി വാക്കേറ്റം ഉന്തും തള്ളും. നിരന്തരം ഓരോ ദിവസം നാട്ടിലിറങ്ങിയിട്ട് ആനകള് അല്ലെങ്കിൽ കടുവ നിരന്തരം ആളുകൾ ജീവൻ എടുത്തോണ്ടിരിക്കുക. ഈ വയനാട് ചേർന്ന് എന്താ രണ്ടാമക്കുണ്ടായ മക്കളോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കൽപ്പറ്റയിലും മാനന്തവാടിയിലും ബത്തേരിയിലും മേപ്പാടിയിലും അടക്കം ഹർത്താൽ അനുകൂലികൾ തെരുവിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു.
ജോലിക്ക് പോവുകയല്ല, സമ്മതിക്കൂല. ഹർത്താലാണ് തുടക്കത്തിൽ സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകൾ പ്രതിഷേധമുയർന്നതോടെ ഓട്ടം നിർത്തി. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിനോട് സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. 24 വയനാട്. വയനാട് പനമരത്ത് വനം വകുപ്പ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി ആത്മഹത്യാഭീഷണി മുഴക്കിയ കർഷകനെ അനുനയിപ്പിച്ച് താഴെയിറക്കി. കീടനാശിനി കുപ്പിയുമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കർഷകൻ CK കണ്ണനാണ് ആത്മഹത്യാഭീഷണി മുഴക്കിയത്. കാർഷിക വിളകളുടെ നഷ്ടം നിയമാനുസൃതം നൽകുമെന്ന് ചെതലയം റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്തൊക്കെ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് ആ കർഷകന്? അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളാകെ അംഗീകരിച്ചിട്ടുണ്ടോ വനം വകുപ്പും അവിടുത്തെ കൃഷി വകുപ്പും ഒക്കെ? വിജയകുമാർ, അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ ഇപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ തോട്ടത്തിലാണ്. ആ തോട്ടം കാണുമ്പോൾ നമുക്ക് തന്നെ പ്രയാസമാകും. വാഴകൾ ഒന്നൊന്നായി ഇങ്ങനെ തട്ടിയിട്ടിരിക്കുകയാണ് കാട്ടാന. ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഒരു കാഴ്ച കൂടി കാണിക്കുന്നത്, ആന വന്നു പോയതിന്റെ അടയാളങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. വാഴകൾ മൊത്തം ഒടിഞ്ഞ് തകർന്നു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത് ആനപ്പിണ്ടമാണ്. ആന വന്നു പോയതിന്റെ അടയാളങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അദ്ദേഹം ഇതിന് മുകളിൽ നിന്ന്, അതായത് ആ വനംവകുപ്പിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ രേഖയുണ്ട്, ഇത് ഒന്നും നുണ പറയുകയല്ല, അത്ര വലിയ നഷ്ടം തനിക്കുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ കണ്ണൻ തന്നെ നമ്മളൊപ്പം ആ കാര്യങ്ങൾ പറയും. കാരണം ഇവിടുത്തെ ഒരു വയനാടൻ കർഷകന്റെ വിലാപം തന്നെയാണ് ഈ കാണുന്നത്. കാരണം അത്രമാത്രം വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ പല ഭാഗങ്ങളിലായി ഇങ്ങനെ വാഴകൾ ഒന്നൊന്നായി നശിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കണ്ണേട്ടാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം എന്നുള്ള തരത്തിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്താനുള്ളൊരു കാരണം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്? എന്താണ് അവസ്ഥ? ലോൺ എടുത്തിട്ടുള്ള കൃഷിയാണ്. ലോൺ എടുത്തുള്ള കൃഷിയായതുകൊണ്ട് നമുക്ക് 5 ലക്ഷം ഉറുപ്പിയോളം ലോണുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അത് അടയ്ക്കാനുള്ള കണക്കുകളിലാണ് നമ്മൾ നിന്നത്. നിൽക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ആനയും പന്നിയും കൂടെ വന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. അതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ അതെ നമ്മളെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്നുവെച്ചാൽ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എന്നിട്ട് ഞാൻ ഇത്രയും ലക്ഷങ്ങൾ ഉറുപ്പിക ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഭാഗം മാത്രമല്ല വിജയകുമാർ, നമുക്ക് അപ്പുറം കൂടി അതിന്റെ ഒരു മറുപുറം കൂടി കാണിക്കാനുണ്ട് ഈ തോട്ടത്തിന്റെ. കാരണം അത്രമാത്രം അവസ്ഥയാണ്. പന്നി, ആന, ഇത് ശരിക്കും ഒരു വേട്ടയാടി പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം എന്നതിലേക്ക് എത്താനുള്ള കാരണം? ആ കാരണമാണ് കണ്ണൻ പറഞ്ഞത്. ഇതാണ് അവസ്ഥ. പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് ഉൾപ്പെടെ അദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ട്, അല്ലെ? വായ്പ വലിയ തോതിലുണ്ടോ? അതെ, 5 ലക്ഷം ഉറുപ്പിയോളം വായ്പ ഉണ്ട്. എന്നിട്ട് അത് ഇതിൽ നിന്ന് കിട്ടിയാലേ നമുക്ക് തിരിച്ചടക്കി അടവ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്നത്. അല്ലാണ്ട് ഇതിന് അപേക്ഷ വെച്ച് നമുക്ക് ഒരു 10,000-2,000 രൂപ കൊണ്ട് തന്ന് ഇവർ കണ്ണടക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ അദ്ദേഹത്തിന്റെ അവസ്ഥ അത്രയും പ്രതിഷേധം വന്ന സത്യത്തില് ഈ ഷെഡിൽ നിന്ന് രാത്രി ഒരു 12-1 മണിക്ക് ആള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ആന വന്നത്. അയാൾ ഭക്ഷണം കഴിക്കാൻ പോയ ഭാഗ്യം അല്ല, അയാൾ ജീവനോട് പോയേനെ. അത് അവിടെ ഒരു ഷെഡ് കാണിക്കാം വിജയകുമാർ. കാരണം ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ നടവയലടക്കമുള്ള, പുഞ്ചവയലടക്കമുള്ള ഇത്തരം പ്രദേശങ്ങളിൽ, അമ്മാനി ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ നിരന്തരം കാട്ടാനകളുണ്ട്. അതിനെ വിള സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഷെഡിൽ രാപ്പകലില്ലാതെ കാവലിരിക്കുന്ന കർഷകരാണ് ഇവർ. ആ കർഷകരുടെ ഇവിടെ നിന്ന് ഓട്ടം തെറ്റി ഇവിടെ നിന്ന് മാറിപ്പോയപ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ കാവലിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം വളം വരെ മേടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. എന്നിട്ട് അതുപോലെ ഇടാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കടമെടുത്താണ്. വളക്കടയിൽ പോയിട്ട് പനവരം ജിമ്മി എന്ന് പറഞ്ഞ ഒരാളെ അയാളെ കയ്യും കാലും പിടിച്ചിട്ട് കടമെടുത്തതാണ് വളം വരെ. അതാണ് എൻ്റെ അവസ്ഥ. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എന്തായാലും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം എന്തൊരു അനുഭവമാണ് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും. കാരണം ഇവിടെ വന്ന് കിടന്ന് കാവലിരുന്ന് ഈ വിള സംരക്ഷിക്കുന്ന ഒരാളാണ്. ഒന്ന് നോട്ടം തെറ്റിയപ്പോൾ, അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ ആ സമയത്താണ് ഇങ്ങനെ വന്ന് കാട്ടാനകൾ വിളയാടിയിരിക്കുന്നത്. ഇതൊരു തുടർച്ചയായി മാറുന്നു. വയനാടൻ കർഷകന്റെ വിലാപം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക്, ആ ഒരു തരത്തിലേക്ക് വരാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. നിരവധി വാഴകളാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി ഇവിടെ കിടക്കുന്നത്. അതാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിഷേധം അവലംബിക്കാനുള്ള ഒരു മാർഗം. അങ്ങനെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു റൗണ്ടപ്പിന്റെ കുപ്പിയും പിടിച്ച് ഒരു ആത്മഹത്യാ ശ്രമം എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ കയറിയത്. അനുനയിപ്പിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ചില ഓഫറുകൾ നൽകിയിട്ടുണ്ട്. ഈ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അല്പമെങ്കിലും ആശ്വാസമായി അദ്ദേഹം തിരിച്ച് ഇറങ്ങാനുള്ളൊരു മനസ്സ് കാണിച്ചത്. ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, കണ്ണന്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഇവിടുത്തെ കർഷകരെല്ലാം തന്നെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണിത് വിജയകുമാർ.
യെസ്, നമ്മൾ അന്നദാതാക്കൾ എന്നൊക്കെ കർഷകരെ പറ്റി എപ്പോഴും ആലങ്കാരികമായി അലങ്കാരമൊക്കെ ചാർത്തി പറയാറുണ്ട്. അത്തരം അന്നദാതാക്കളോട് എന്താണ് നമ്മളുടെ സമീപനം അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ സമീപനം എന്ന് വ്യക്തമാക്കുന്നതാണ് ആ കണ്ണൻ്റെ കൃഷിയിടത്തിലെ കാഴ്ചകൾ. സുർജിത്ത് അത് വിശദീകരിക്കുകയായിരുന്നു. അദ്ദേഹം മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി വനംവകുപ്പ് ഓഫീസർമാരുടെ വീടിന് മുകളിൽ കയറി പ്രതിഷേധിച്ചത്. ഇക്കാര്യത്തിലെ മാനദണ്ഡങ്ങൾ, ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളിലൊക്കെ കാലോചിതമായ മാറ്റം വേണമെന്ന് ഒരിക്കൽ കൂടി ഭരണകൂടങ്ങൾക്ക് സർക്കാരിനൊക്കെ തോന്നേണ്ടതാണ്. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അങ്ങനെ തോന്നുമോ എന്ന് നമുക്കറിയില്ല. താൽക്കാലിക പരിഹാരം മാത്രമായിരിക്കാം ഒരുപക്ഷേ ഇന്ന് കൊടുത്ത ഈ ഓഫറുകൾ, ഈ വാഗ്ദാനങ്ങൾ. വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. വനമന്ത്രിക്ക് ഒന്നിനും നേരമില്ല, പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് മന്ത്രി. ഒന്നിനും കൊള്ളാത്ത വനമന്ത്രിയെ പുറത്താക്കണമെന്നും വയനാട്ടിലെ ഹർത്താൽ സൂചന മാത്രമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുന്നു. മുമ്പ് കാട്ടാനായിരുന്നെങ്കിൽ ഇന്ന് കടുവയും കരടിയും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങുക. ഇന്ന് മനുഷ്യൻ കാട്ടിലേക്കല്ല പോകുന്നത്, കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക. മന്ത്രിക്കാണെങ്കിൽ ഇതിനൊന്നും നേരമില്ല. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിലനിർത്താനും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുമുള്ള ശ്രമത്തിനിടയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയോ ആദിവാസികളെയോ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഒന്നിനും കൊള്ളാത്ത ഈ മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കണം. പഴയ കാലം പോലെയല്ല, ഇത് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അത് കൊണ്ടുവരണം. അതല്ലാതെ ഈ പഴയ തുരുമ്പുള്ള തോക്കും വെച്ചുകൊണ്ടൊന്നും വന്യമൃഗങ്ങളെ നേരിടാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ, ഇന്നിപ്പോൾ വയനാട്ടിലാണ് ഹർത്താലെങ്കിൽ നാളെ കേരളത്തിലും ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം ജനങ്ങളെ രക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ വനം മന്ത്രിയും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് നിരുത്തരവാദ സമീപനമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, സർക്കാരിന് ചെയ്യാനാകുന്നത് ചെയ്യാതെ കേന്ദ്ര സർക്കാരിന് മുകളിൽ ഉത്തരവാദിത്വം ആരോപിക്കുകയാണെന്നും BJP നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിലെടുത്തിരിക്കുന്ന സമീപനം അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാരിൻ്റെ മുകളിൽ ഉത്തരവാദിത്തം ചുമത്തി വെക്കാനും ഇതിനു മുഴുവൻ കാരണക്കാർ കേന്ദ്ര സർക്കാരാണെന്നുള്ള വ്യാജ പ്രചരണം നടത്താനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനം വകുപ്പ് മന്ത്രിക്ക് ഒരു താല്പര്യവുമില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇങ്ങനെയൊരു മന്ത്രിയെ തീറ്റിപ്പോറ്റുന്നതിന് പകരം ആ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വനാതിർത്തിയിലെയും തീരദേശത്തെയും മനുഷ്യജീവന് സംരക്ഷണം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF MPമാർ പാർലമെന്റിൽ പ്രതിഷേധിച്ചു. കേരളത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലും കടൽ തീരത്ത് മണൽ ഖനനത്തിന് അനുമതി നൽകിയതിനുമെതിരെയാണ് MPമാർ പ്രതിഷേധിച്ചത്. സ്ഥിതി അത്യന്തം ആശങ്കാജനകമാണെന്നും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 7 പേരാണ് വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം കൊല്ലപ്പെട്ടതെന്നും പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഫണ്ട് ഉടൻ അനുവദിക്കണമെന്ന് UDF MPമാർ ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ വാരിക്കോരി നൽകി സർക്കാർ. കൊടിസുനിക്ക് പരോൾ ലഭിച്ചത് 60 ദിവസമാണ്. KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സജിത്ത് എന്നിവർക്ക് 900 ദിവസത്തിലധികം പരോൾ ലഭിച്ചു. 1ാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള പരോൾ കണക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. രാമചന്ദ്രന് 1081 ദിവസം, ട്രൗസർ മനോജിന് 1068, സിജിത്തിന് 1078. 1000 ദിവസത്തിലധികം പരോൾ ലഭിച്ചത് ഈ 3 കുറ്റവാളികൾക്ക്. TK രജീഷിന് 940, മുഹമ്മദ് ഷാഫിക്ക് 656, കിർമാണി മനോജിന് 851, MC അനൂപിന് 900, ഷിനോജിന് 925, റഫീഖിന് 752 ദിവസം. ഇങ്ങനെയാണ് 500 ദിവസത്തിലധികം പരോൾ ലഭിച്ച 6 കുറ്റക്കാരുടെ എണ്ണം. കൊടിസുനിക്ക് 60 ദിവസത്തെ പരോളും ലഭിച്ചു. രജീഷിന് 21, ട്രൗസർ മനോജിന് 26 തവണകളായാണ് പരോൾ ലഭിച്ചത്. 21 ഘട്ടങ്ങളിലായി സിജിത്തിനും പരോൾ ലഭിച്ചു. മുഹമ്മദ് ഷാഫിക്ക് 15 തവണയും ഷിനോജിന് 17 തവണയും പരോൾ ലഭിച്ചു. ഇവരൊക്കെയും 227 ദിവസം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു.
കൊടിസിനിക്ക് 3 തവണയായാണ് 60 ദിവസം പരോൾ ലഭിച്ചത്. പ്രതികളോട് സർക്കാരിന് വിധേയത്വമെന്ന് കെ രമ പ്രതികരിച്ചു. പ്രതികളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ ഈ നേതൃത്വത്തിന് അത് അത്ര ശുഭകരമായിരിക്കില്ല. ആ നേതൃത്വത്തിന്റെ ആളുകളുടെ വിവരങ്ങളായിരിക്കും പുറത്തു വരാൻ വേണ്ടി പോകുന്നതെന്ന് വളരെ കൃത്യമായി ധാരണ ഈ നേതാക്കന്മാർക്കുണ്ട്. ഞാൻ തീരുമാനിച്ചിരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. കാരണം ഒരു ഗൂഢാലോചന പ്രശ്നം ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾ CPM നേതാക്കന്മാരെയും ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തി VVIPകളായിട്ടാണ് പിണറായി സർക്കാർ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് അവരെ പേടിച്ചിട്ടുകൂടിയാണ്. പരോളിലിറങ്ങിയ കൊടിസുനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായിരുന്നു. ജയിലിലും ഒട്ടേറെ തവണ സുനി പ്രശ്നങ്ങളുണ്ടാക്കി. പലതവണ ജയിലുകൾ മാറ്റി. പരോളിനിടയിലാണ് കിർമാണി മനോജിനെ ലഹരിപ്പാർട്ടി നടത്തിയതിന് പിടികൂടിയത്. പരോളിലിറങ്ങി ക്രിമിനൽ കേസുകളിലും ഗൂഢാലോചനയിലും ഉൾപ്പെട്ട സംഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രതികൾക്കെല്ലാം പരമാവധി പരോൾ നൽകുകയായിരുന്നു. 24 തിരുവനന്തപുരം. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പോരിൽ നിയമസഭ സ്തംഭിച്ചു. വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. പ്രസംഗം തന്റെ അവകാശമാണെന്ന് പറഞ്ഞ VD സതീശൻ സ്പീക്കറുടെ ഇടപെടൽ മനഃപൂർവ്വമാണെന്നും വിമർശിച്ചു. ഇരുവരും തമ്മിലുള്ള വാക്പോര് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റെടുത്തതോടെയാണ് സഭ തടസ്സപ്പെട്ടത്. വാക്കൌട്ട് പ്രസംഗത്തിലെ ഇടപെടലിനെ ചൊല്ലി ഇന്നലെയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു ഇന്നത്തെ സംഭവങ്ങൾ. VD സതീശന്റെ വാക്കൌട്ട് പ്രസംഗം 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സ്പീക്കറുടെ ആദ്യ മുന്നറിയിപ്പ് വന്നു. അത് കണ്ടില്ലെന്നടിച്ച് സതീശൻ മുന്നോട്ട് പോയതോടെ സ്പീക്കർ വീണ്ടും ഇടപെട്ടു. ഇതോടെ പ്രതിപക്ഷ നേതാവ് രോഷാകുലനായി. ഇല്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. 9 മിനിറ്റ് കഴിയുന്നവരെ ഇടപെട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ ന്യായം. അത് ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. You spoke 9 minutes without any intervention. No, ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. Without any intervention from chair, you spoke 9 minutes. It is my right to speak here. തർക്കം മുറിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് എത്തി. ഭരണപക്ഷവും ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി. പിന്നെ സഭയിൽ കണ്ടത് ഭരണ പ്രതിപക്ഷ വാക്പോര്. പാതിവില തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സബ്മിഷനുകൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഇതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. പ്രകടനമായി പുറത്തേക്കെത്തിയ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തും സ്പീക്കറെ രൂക്ഷമായി വിമർശിച്ചു. 24 തിരുവനന്തപുരം. പാതിവില തട്ടിപ്പ് കേസിൽ നടപടികൾ വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ച്. പ്രതി അനന്തു കൃഷ്ണനെതിരെ ബഡ്സ് ആക്ട് ചുമത്താനും വസ്തുവകകൾ കണ്ടുകെട്ടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. അതേസമയം അനന്തുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുക. പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ റീരജിസ്റ്റർ ചെയ്യുന്ന നടപടികളാണ് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലേതടക്കം പ്രധാനപ്പെട്ട 11 കേസുകൾ തുടക്കത്തിൽ പരിശോധിക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടെ അനന്തു ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ വാങ്ങിയ വസ്തുവകകൾ കണ്ടുകെട്ടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർ, പ്രൊമോട്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഉള്ളവരുടെ വസ്തുവകകളും ആസ്തിയും കണ്ടുകെട്ടുന്നതിന് അധികാരമുള്ള ബഡ്സ് ആക്ട് ചുമത്തിയാകും അനന്തുവിനെതിരായ നടപടി എടുക്കുക. NGO ഭാരവാഹികളെ സാക്ഷികളാക്കാനും ക്രൈംബ്രാഞ്ചിന് നീക്കമുണ്ട്. അതേസമയം അനന്തു കൃഷ്ണന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കും. അനന്തുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിലേക്ക് നീങ്ങുക. അനന്തുവിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനായി വൈകാതെ അപേക്ഷ നൽകുമെന്നും ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ശ്രീകാന്ത്, 24 കൊച്ചി. പാതിവില തട്ടിപ്പിന് കുടുംബശ്രീ വഴിയും പ്രചാരണം നടന്നതിന്റെ തെളിവ് പുറത്ത്. കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ CDS ചെയർപേഴ്സൺമാർക്ക് നൽകിയ കത്താണ് പുറത്തുവന്നത്. നിലമ്പൂരിലെ JSS സമിതി വഴി ആനുകൂല്യം നേടാമെന്ന് കത്തിൽ പറയുന്നു. അതേസമയം നിലമ്പൂരിലെ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ റെയ്ഡ് നടത്തി പോലീസ് രേഖകൾ പിടിച്ചെടുത്തു. ജില്ലയിലെ മുഴുവൻ CDS ചെയർപേഴ്സൺമാർക്കും കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ 2024 മാർച്ച് 31 നൽകിയ കത്താണിത്. പകുതി നിരക്കിലുള്ള സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ലഭിക്കുന്നത് ഉപയോഗപ്പെടുത്തണം. നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JSS NGO സംഘം വഴി ആനുകൂല്യം നേടാമെന്നും കത്തിൽ പറയുന്നു.
ലഭിക്കുന്ന വസ്തുക്കളുടെ കൃത്യമായ വിവരങ്ങൾ സഹിതമാണ് കത്ത് നൽകിയിരിക്കുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള കുടുംബശ്രീ തന്നെ ഈ രീതിയിൽ ഒരു NGO സംഘത്തിന്റെ പ്രചാരകരായതിൽ ദുരൂഹതയുണ്ട്. അതേസമയം അനന്തു കൃഷ്ണൻ 40 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് കാണിച്ച് NGO സംഘമായ JSS നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. ഇതിൽ അനന്തു കൃഷ്ണനെതിരെ കേസെടുത്തിട്ടുമുണ്ട്. അതേസമയം പാതിവില സ്കൂട്ടർ തട്ടിപ്പിൽ നിലമ്പൂരിലെ ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏജൻസി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തു. ഏജൻസി ഉടമ ബിനോയ് ഒളിവിലാണ്. 80 ലക്ഷത്തോളം രൂപ ഈ ഏജൻസി വഴി മാത്രം പണം നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് 100-ലേറെ പരാതികളാണ് നിലമ്പൂർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 24 മലപ്പുറം. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിന് രാജ്യസഭയുടെ അംഗീകാരം. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ JPC റിപ്പോർട്ടിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. അംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ പോലും ഒഴിവാക്കിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ വിമർശിച്ചു. എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് JPC അധ്യക്ഷൻ ജഗദംബിക പാൽ 24നോട് പറഞ്ഞു. പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിച്ച ആദ്യ നിമിഷം മുതൽ വഖഫ് JPC റിപ്പോർട്ട് ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കടുത്ത പ്രതിഷേധമുയർത്തി. माननीय सदस्यगण, प्रश्नकाल महत्वपूर्ण समय और पहली बार चुनकर आए माननीय सदस्य प्रश्न पूछ रहे हैं. പ്രതിപക്ഷ ബഹളത്തിനിടെ JPC റിപ്പോർട്ട് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ചു. റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു. റിപ്പോർട്ട് ഓഫ് ദി ജോയിന്റ് കമ്മിറ്റി ഓൺ ദ വഖഫ് അമെൻഡ്മെന്റ് ബിൽ 2024 ഡോക്ടർ മേധാ കടുത്ത പ്രതിപക്ഷ ബഹളത്തിൽ 15 മിനിറ്റോളം രാജ്യസഭ തടസ്സപ്പെട്ടു. പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ പോലും ഒഴിവാക്കപ്പെടുകയും പുറമേ നിന്നുള്ളവരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്ത റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ. नॉन स्टेक होल्डर्स बाहर से बुला के उनको जो होना उन लोगों को खड़ा करके उनका स्टेटमेंट ले रहे और जो इतने लोग पार्लियामेंट में जो भी डिसेंट नोट दिए हैं क्या उसमें कोई एक पढ़ा लिखा नहीं है? ആരോപണം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തള്ളി. Sir, I am very pained to say that the honorable members from opposition parties are making unnecessary issue by raising issue which is not fact. JPC റിപ്പോർട്ട് അംഗീകരിക്കുന്നത് നടപടിക്രമം മാത്രമെന്നും ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിന് അവസരമുണ്ടെന്നും കിരൺ റിജിജു. അതേസമയം എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് JPC അധ്യക്ഷൻ ജഗദംബിക പാൽ 24നോട് പറഞ്ഞു. This type of JPC for the first time, because the matter was very sensitive also, and even government has brought it amendment in 1995 Act, but even they have proposed, Parliamentary Affairs Minister Sri Kiran Rijiju ji, and he has made a request to the Speaker, Honorable Speaker. വഖഫ് JPC റിപ്പോർട്ടിലുള്ള കടുത്ത പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ ലോക്സഭ തടസ്സപ്പെട്ടു. 24 ഡൽഹി. ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. വ്യക്തികൾക്കുള്ള പുതിയ നികുതി വ്യവസ്ഥ നിർദ്ദേശിക്കുന്നതാണ് 622 പേജുകളുള്ള കരട് ബില്ല്. ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കുന്നതായുള്ള പ്രഖ്യാപനത്തിനൊപ്പമാണ് പുതിയ ആദായ നികുതി ബില്ല് അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ബില്ല് ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കാനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ലളിതമായിരിക്കും പുതിയ ബില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പുതിയ ബില്ലനുസരിച്ച് മൊത്ത വരുമാനം 12 ലക്ഷം രൂപ വരെ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. വരുമാനം 12 ലക്ഷം രൂപയിൽ കൂടിയാൽ വരുമാനത്തിനനുസരിച്ച് 5% മുതൽ 30% വരെയാണ് നികുതി ഘടന. 1961 ആദായ നികുതി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന മുൻ വർഷം എന്ന പദത്തിനു പകരം നികുതി വർഷം എന്ന പദമാണ് കരട് ബില്ലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് തെരച്ചിലിനും സെൻഷറിനുമുള്ള അധികാരങ്ങൾ പുതിയ ബില്ലിലും നിലനിർത്തിയിട്ടുണ്ട്. സെക്ഷൻ 149 പ്രകാരം തെരച്ചിൽ നടത്താനുള്ള കാരണം ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തേണ്ടതില്ല എന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. 24 ഡൽഹി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക വിഷയങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. സ്റ്റാർലിങ്ക്, ടെസ്ല എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കുന്നതിൽ ഇലോൺ മസ്കുമായും കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മോദി എക്സിൽ കുറിച്ചു. വാഷിംഗ്ടണിലെ സൈനിക വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്.
സർക്കാരിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൌസിൽ തങ്ങുന്ന മോദി നാളെയാകും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുക. US ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലടക്കം ഇരു രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് ചർച്ച നടത്തി. കുടിയേറ്റ നയം, ഇറക്കുമതി തീരുവ, സൈനിക സഹകരണം എന്നിവയിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ചർച്ച നടത്തിയേക്കും എന്നാണ് സൂചന. കുടിയേറ്റ നയത്തെക്കാളുപരി ഇറക്കുമതി തീരുവയിൽ ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കും മോദിയുടെ മുൻഗണന. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണയിച്ച് സൈനിക വിമാനത്തിൽ US തിരിച്ചയച്ചതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ യാത്ര എന്നതും സന്ദർശനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്റ്റാർലിംഗ്, ടെസ്ല എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കുന്നതിൽ ഇലോൺ മസ്കുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. ട്രംപ് രണ്ടാമതും പ്രസിഡന്റായതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി US സന്ദർശനം നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് MLA പേര് നിർദ്ദേശിച്ച് മന്ത്രി AK ശശീന്ദ്രൻ. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഇമെയിൽ മുഖേനയാണ് ഈ ആവശ്യം അറിയിച്ചത്. ആവശ്യപ്പെട്ടാൽ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന് തോമസ് കെ തോമസും അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും പിന്തുണയ്ക്കുമെന്ന് AK ശശീന്ദ്രനും പ്രതികരിച്ചു. PC ചാക്കോയുടെ രാജിവാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് AK ശശീന്ദ്രൻ ശരത് പവാറിന് ഇമെയിൽ സന്ദേശം അയച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് PC ചാക്കോ താല്പര്യമുള്ള പേരുകൾ നിർദ്ദേശിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് തോമസ് കെ തോമസിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച് ഇമെയിൽ അയച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റും ചാക്കോയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് NCPയിലെത്തിയ നേതാവുമായ PM സുരേഷ് ബാബുവിനെയോ ജനറൽ സെക്രട്ടറി KR രാജനെയോ അധ്യക്ഷനാക്കാനും നീക്കമുണ്ട്. PC ചാക്കോയാണ് ഈ നീക്കത്തിന് പിന്നിൽ. അധ്യക്ഷ സ്ഥാനം ലഭിച്ചാൽ ഏറ്റെടുക്കാമെന്ന നിലപാടിലാണ് തോമസ് കെ തോമസ്. പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. അതിന് സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, പവാർജിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം പറയുകയാണ് അങ്ങനെ ആക്കുമെന്ന്. അതിനൊന്നും സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ ഏറ്റെടുക്കും. തോമസിനെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇമെയിൽ അയച്ചെങ്കിലും ആരെ അധ്യക്ഷനാക്കിയാലും പിന്തുണയ്ക്കാമെന്നാണ് ശശീന്ദ്രന്റെ പരസ്യ നിലപാട്. NCP അധ്യക്ഷനാകാൻ ആരും അയോഗ്യനല്ല. എന്നാൽ ഈ കാര്യത്തിൽ ആരെയെങ്കിലും പിന്താങ്ങുകയോ ആരെയെങ്കിലും എതിർക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നമില്ല. കേരള ഘടകത്തിലെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്നതിൽ 2 ദിവസത്തിനകം NCP ദേശീയ നേതൃത്വം തീരുമാനമെടുത്തേക്കും. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ അക്രമം അഴിച്ചുവിട്ട് മയക്കുമരുന്ന് സംഘങ്ങൾ. പാലാരിവട്ടത്ത് കത്തികാട്ടി പരിഭ്രാന്തി സൃഷ്ടിച്ച ലഹരി സംഘം പോലീസ് ജീപ്പിന്റെ ചില്ല് അടിച്ചു തകർത്തു. തോപ്പുംപടി കരുവേലിപ്പടിയിൽ 4 വാഹനത്തിന്റെ ചില്ലും ഈ സംഘം തകർത്തു. പുലർച്ചെ 12:30 പാലാരിവട്ടം സ്വദേശി പ്രവീണാണ് സംസ്കാര ജംഗ്ഷനിൽ കത്തി കാണിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസിന് നേരെയും പ്രതി ഭീഷണി തുടർന്നു. പ്രവീണിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇയാളുടെ പെൺസുഹൃത്ത് റസ്ലി പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. SI അടക്കമുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്നിട്ടേ ഉള്ളൂ 5 ഗ്രാം കളക്ട് ചെയ്യാൻ. അതറിയോ? മട്ടാഞ്ചേരി കരുവേലിപ്പടി RK പിള്ള റോഡിൽ പാർക്ക് ചെയ്തിരുന്ന 3 കാറുകളുടെയും 1 ഓട്ടോറിക്ഷയുടെയും ചില്ലാണ് അജ്ഞാതൻ അടിച്ചു തകർത്തത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതി ലഹരിക്കടിമയെന്നാണ് വിലയിരുത്തൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി പഞ്ചാബ് സ്വദേശിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. തായ്ലൻഡിൽ നിന്നെത്തിച്ച 4 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 24 കൊച്ചി. 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകേണ്ടെന്ന കേന്ദ്ര നയത്തിൽ ഇളവ് തേടി കേരളം. പുനരുപയോഗക്ഷമതയുള്ള വാഹനങ്ങളെ നയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് കേന്ദ്രത്തിന് കത്തയച്ചു. വൻ സാമ്പത്തിക ബാധ്യത കൂടി കണക്കിലെടുത്താണ് സംസ്ഥാനത്തിന്റെ ഈ നീക്കം. കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയം അഥവാ സ്ക്രാപ്പ് പോളിസി പ്രകാരം 2009 മുമ്പ് രജിസ്റ്റർ ചെയ്ത എല്ലാ സർക്കാർ വാഹനങ്ങളുടെയും കാലാവധി കഴിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിൽ മാത്രം കാലാവധി പൂർത്തിയായ 50-ലധികം വാഹനങ്ങളുണ്ട്. ഭൂരിഭാഗവും പുനരുപയോഗക്ഷമതയുള്ളവ. ഇത്തരത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകളിലായി 100 കണക്കിന് വാഹനങ്ങളാണ് കേന്ദ്ര നയത്തിന്റെ ഭീഷണിയിലുള്ളത്. സ്ക്രാപ്പ് പോളിസി പ്രകാരം ഇതിൽ പലതിനും റീ രജിസ്ട്രേഷന് യോഗ്യതയില്ല. എന്നാൽ പുനരുപയോഗക്ഷമതയുള്ളവയെ മാത്രം റീ രജിസ്ട്രേഷൻ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിയമത്തിൽ ഇളവ് തേടി കേന്ദ്രത്തിന് കത്തയച്ചത്. നിലവിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് 15 വർഷം കഴിഞ്ഞാലും റീ രജിസ്ട്രേഷൻ ചെയ്യാം. സർക്കാർ വാഹനങ്ങൾ കാലാവധി തീരും മുമ്പ് ലേലം ചെയ്ത് നൽകിയാൽ ലേലത്തിലെടുക്കുന്നവർക്ക് 15 വർഷം കഴിഞ്ഞാലും രജിസ്ട്രേഷൻ പുതുക്കി ഉപയോഗിക്കാനാകും. എന്നാൽ ഇതിന് സർക്കാർ നയപരമായ തീരുമാനമെടുക്കണം. ഇത് പലപ്പോഴും ചർച്ചയായി ഉയർന്നു വന്നിരുന്നുവെങ്കിലും മലിനീകരണം പരമാവധി ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെ
കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നയത്തെ സർക്കാർ തന്നെ എതിർക്കുന്നതിന് തുല്യമാകുമെന്ന് കരുതിയാണ് നടപടികൾ ഉണ്ടാവാത്തത്. 24 തിരുവനന്തപുരം. ഇന്ത്യയിലെ മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായ KLM ആക്സിവ ഫിൻവെസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ബിസിനസ് കോൺക്ലേവ് കോട്ടയത്ത് നടന്നു. KLM ആക്സിവ ഫിൻവെസ്റ്റ് ചെയർമാൻ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ MB ജോസഫ് അധ്യക്ഷനായിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യാസ് ഡിക്കേഡ് എന്ന പ്രമേയത്തിലായിരുന്നു കോൺക്ലേവ്. CEO മനോജ് രവി കോർപ്പറേറ്റ് പ്രസന്റേഷൻ നടത്തി. വൈസ് പ്രസിഡന്റ് VC ജോർജ് കുട്ടി, സോണൽ മാനേജർ P രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ രജത ജൂബിലിയോടനുബന്ധിച്ച് കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കായിക വാർത്തകൾ. IPL 18-ാം സീസണിന് മുന്നോടിയായി പുതിയ നായകനെ പ്രഖ്യാപിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. രജത് പട്ടീദാർ ടീമിനെ നയിക്കും. RCB ചരിത്രത്തിലെ 8ാമത്തെ ക്യാപ്റ്റനാണ് പട്ടീദാർ. ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാനാകുമെന്ന് പട്ടീദാർ പ്രതീക്ഷ പങ്കുവച്ചു. കഴിഞ്ഞ 17 സീസണിലും നിരാശപ്പെടുത്തിയ RCB ഇത്തവണ കിരീടം നേടാമെന്ന വലിയ പ്രതീക്ഷയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ അത്യാഡംബര ഐക്കൺ ഓഫ് ദ സീസ് കപ്പലിൽ നിന്നുള്ള ഇന്ത്യൻ സംഘം യാത്ര പൂർത്തിയാക്കി. ട്രാവൽ കമ്പനിയായ ബെന്നീസ് റോയൽ ടൂർസ് ആണ് യാത്ര ഒരുക്കിയത്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ബെന്നി പനിക്കുളങ്ങരയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ചലച്ചിത്ര സംവിധായകനായ ലാൽ ജോസ് ഉൾപ്പെടെ 48 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഇത്ര വലിയ സംഘം ഈ കപ്പലിൽ യാത്ര പൂർത്തിയാക്കുന്നത്. മയാമിയിൽ നിന്ന് ജനുവരി 30-ന് യാത്ര തുടങ്ങിയ സംഘം മെക്സിക്കോ, ഹോണ്ടുറാസ്, ബഹാമസ് ഉൾപ്പെടെ 3 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.